ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോയമ്പുകാല ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ചിന്ത ഇതാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 മുതൽ തിരുവചനങ്ങൾ. വിദൂരത്ത് നിന്ന് കർത്താവിന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അടുത്ത വചനം, കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷി ചെയ്ത് ഫലമനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്ത വചനമാണിത്. ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തും. ഇസ്രായേലെ, നീ തപ്പെടുത്ത് നർത്തകരുടെ കൂടെ കൂടും. നീ കൃഷി ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തും. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലഘട്ടം നമ്മൾ വീണ്ടും പണിതുയർത്തുവാനുള്ള കാലഘട്ടമാണ്. ഇതാ വചനം പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും തിരിച്ചു വരിക, ഇപ്പോഴെങ്കിലും തിരിച്ചു വരിക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 21 22 വചനങ്ങൾ ഇങ്ങനെയാണ്. യാക്കോബേ, നീ ഇവ ഓർക്കുക, ഇസ്രായേലെ ഓർമ്മിക്കുക. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു. നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിൻ്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിനോട്, യാക്കോബിനോട് എന്താ പറയുന്നത്? യാക്കോബിനോട് ആവർത്തിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്. നിന്നോടുള്ള വിശ്വസ്തത ഒരിക്കലും മാറില്ല. അടുത്ത വചനം ഇതാണ്. കാർമേഘം പോലെ നിൻ്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം അനേകം പേരോട് പറയുന്നൊരു വചനമാണ്. നീയാണ് ദൈവത്തിൻ്റെ സ്വന്തം ഇസ്രായേൽ, നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്. ആ യാക്കോബിനോട്, ആ ഇസ്രായേലിനോട് ദൈവം പറയുക, തിരിച്ചു വരിക, തിരിച്ചു വരിക. ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും. കാർമേഘം പോലെ മുൾമന്നിൻ്റെ പാപത്തെ ഞാൻ മാറ്റും. ഇത് ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്. എപ്പോൾ നമ്മൾ അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ബൈബിളിൽ ദൈവം ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചൊരു മനുഷ്യനുണ്ട്. ദാവീദിനെ നോക്കി അഭിഷേകം ചെയ്യാൻ ഓരോരുത്തരും വരുമ്പോൾ ഇവരുടെ മേലൊന്നുമല്ല, എന്നാൽ ദാവീദ് എന്ന ഇടയച്ചെറുക്കനെ നോക്കി ദൈവം പറഞ്ഞു, ഇവനാണ് എൻ്റെ ഹൃദയത്തിനിണങ്ങിയത്, ഇവനെയാണ് ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത്, ഇവനാണ് എനിക്ക് പ്രിയപ്പെട്ടത്. ഈ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം അഭിഷേകം ചെയ്ത ദാവീദിന് നമുക്കറിയാം തെറ്റുപറ്റുന്നുണ്ട്. എവിടെയാ ദാവീദിന് തെറ്റുപറ്റുന്നത്? ദാവീദിന് തെറ്റുപറ്റുന്നത് നമ്മൾ കാണും. ദാവീദിന് തെറ്റുപറ്റുന്നത്, പ്രിയപ്പെട്ടവരെ, ദാവീദ് പാപം ചെയ്യുന്നു. ദാവീദ് നമ്മൾ ധ്യാനിച്ചതാണ്, കണ്ണിൻ്റെ ദുരാശ. ദാവീദ് ഒരു ദിവസം യുദ്ധം നടക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലെത്തുമ്പോൾ ദാവീദ് ഒരു കാഴ്ച കാണുന്നു. ഇതാ തൻ്റെ സൈന്യാധിപനായ ഊറിയായുടെ ഭാര്യ ബത്ശബ കുളിക്കുന്നു. ആ കാഴ്ച ദാവീദ് കണ്ടു. ദാവീദിന് അവളോട് ആഗ്രഹം തോന്നി.
ദാവീദ് അവളുമായിട്ട് തിന്മ ചെയ്തു. ദാവീദ് അവളുമായിട്ട് തിന്മ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദാവീദ് ഇങ്ങനെ ചിന്തിച്ചു, ആ തിന്മ ആരും അറിഞ്ഞില്ല, ആ പാപം ആരും കണ്ടില്ല എന്ന് ദാവീദ് ചിന്തിച്ചു. നമ്മൾ ഓർക്കുക, എവിടെയാണ് പാപം വരുന്നത്? പാപം വരുന്നത് പ്രിയപ്പെട്ടവരെ, ദാവീദ്, ചിലർ പറയും ദാവീദ് യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോയില്ല, കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ. അതൊന്നുമല്ല. ഊറിയ പറയുന്നൊരു കാര്യമുണ്ട്. ഊറിയ പറയുന്ന കാര്യം ഇതാണ്: ദാവീദ് ബത്ശബയുമായിട്ട് തെറ്റ് ചെയ്തു. ആ തെറ്റിൻ്റെ ഫലമായിട്ട് ആ സ്ത്രീ ഗർഭിണിയായി. ഇത് മറച്ചു വയ്ക്കുവാൻ വേണ്ടി യുദ്ധസ്ഥലത്ത് നിൽക്കുന്ന ഊറിയായെ, ഭർത്താവായ ഊറിയായ ദാവീദ് പറയുന്നു, നീ പോയി വിശ്രമിക്കുക. ഊറിയ പോകാൻ തയ്യാറാകുന്നില്ല. ഊറിയ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ ഊറിയ പറയുന്നത്? വാഗ്ദാന പേടകവും സൈന്യവും യുദ്ധസ്ഥലത്താണ്. എന്ന് വെച്ചാൽ വാഗ്ദാന പേടകം എവിടെയില്ല? കൊട്ടാരത്തിലില്ല. കൊട്ടാരത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് പാപം. നമ്മളത് ധ്യാനിക്കും. ദാവീദ് ഈ പാപം ചെയ്തു. അതിൻ്റെ കാരണം ദാവീദ് യുദ്ധത്തിന് പോകാതിരുന്നത് കൊണ്ടൊന്നുമല്ല. ഈ രാജാവ് യുദ്ധത്തിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. അതല്ല കാര്യം. പിന്നെന്താ കാര്യം? കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നാണോ? ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ദാവീദ് ആദ്യം കയറുന്നതാണോ? അതുമല്ല കാര്യം. പിന്നെ എന്താ? ആ സ്ത്രീ അവിടെ നിന്ന് കുളിച്ചതാണോ? ആ സ്ത്രീ അവിടെ നിന്ന് കുളിച്ചതല്ല. ആ സ്ത്രീ അവിടെ തന്നെ മുമ്പും കുളിച്ചത്. അന്നൊന്നും ഇല്ലാത്തത് ഇന്ന് എന്തുകൊണ്ട് സംഭവിച്ചു? ഇന്നലെ വരെ ഇല്ലാത്തത് ഇന്ന് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: ഇന്ന് വാഗ്ദാന പേടകം അവിടെ ഇല്ല. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയാൽ ഏറ്റവും നല്ലത് ഏറ്റവും ചീത്തയാകും. ഏറ്റവും നല്ലത് എന്ന് ദൈവം കണ്ടതാ ദാവീദ്. ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടതാ ദാവീദ്, അല്ലേ? അത് ഏറ്റവും മോശമാകുന്നു. ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലതാണ്, അല്ലേ? സ്വർഗത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ഇടമാണ് കുടുംബം. ഏറ്റവും നല്ലത് എത്ര ദുരന്തമായിട്ട് മാറുന്നത് കാണുന്നു നമ്മൾ, അല്ലേ? എൻ്റെ അടുത്ത് ഒരു സഹോദരി, ഒരു സ്ത്രീ, അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു വീട്ടുജോലിക്ക് പോവുകയാണ്. എൻ്റെ മകളെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിലാക്കി. മകനെ ഇവിടെ ആക്കണം. അച്ഛാ, മകനെ കുടുംബത്തിൽ നിർത്താൻ പേടിയാ. പ്രായമായ മകളെ അപ്പൻ്റെ കൂടെ നിർത്താൻ പേടിയാ. എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം ഒരുപാട് ദൈവാനുഭവം അനുഭവിക്കേണ്ട ഒരു കുടുംബം. പക്ഷേ അവർക്ക് ആ കുടുംബം തകർന്ന് തരിപ്പണമായി. എന്താ കാര്യം? എന്താ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ലത് അത് നഷ്ടപ്പെടുന്നു. കാരണം എന്താ? കാരണം ഇതാണ്: ദൈവം പടിയിറങ്ങുന്നു. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ചെയ്ത കാര്യം ഇതാ. ദാവീദ് ആ പാപം ചെയ്തു. അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഊറിയ തിരിച്ച് യുദ്ധസ്ഥലത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ ദാവീദ് എന്തു ചെയ്തു? ദാവീദ് ഒരു സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം എവിടെയാണ് യുദ്ധം ശക്തിപ്പെടുന്നത്? അവിടെ മുൻപിൽ ഊറിയായെ നിർത്തുക. ശത്രു സൈന്യം മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ സൈന്യം പതുക്കെ പിന്നോട്ടിറങ്ങുക. ദാവീദ് രാജാവ് ചിന്തിച്ചതുപോലെ ഊറിയ വധിക്കപ്പെട്ടു. ഊറിയ വധിക്കപ്പെട്ടപ്പോൾ ദാവീദ് ഒരു പ്രഖ്യാപനം നടത്തി. ഊറിയായുടെ സൈന്യാധിപനായ ഊറിയായുടെ വിധവയായ ബത്ശബയെയും അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെയും ഞാൻ സ്വീകരിക്കുന്നു. ആരും അറിഞ്ഞില്ല ദാവീദ് ചെയ്തു. പക്ഷെ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. ഇവിടെയാണ് സങ്കീർത്തനം 51 നമ്മൾ കാണുന്നത് ദാവീദ് റിപ്പൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ
ഇനി ഈ ദാവീദിനെ നമ്മൾ എവിടെയാണ് കാണുന്നത്? ഇനി ഈ ദാവീദിനെ നമ്മൾ കാണുന്നൊരു സ്ഥലമുണ്ട്. യേശു വിളിക്കപ്പെട്ടത് എങ്ങനെയാണ്? യേശു വിളിക്കപ്പെട്ടത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വചനം നമ്മൾ ധ്യാനിക്കണം. യേശുവിൻ്റെ വംശാവലി പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ അവിടെ മറക്കാതെ പരിശുദ്ധാത്മാവ് എഴുതുന്നൊരു വചനമുണ്ട്. 6-ാമത്തെ വചനം ഇതാ: ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സംഭവം കണ്ടോ? ഇതാണ് രക്ഷാകര ചരിത്രം. ദാവീദും ബത്ശബയുമായുള്ള ബന്ധത്തിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവ് സോളമൻ. അങ്ങനെയാണ് ബൈബിൾ എഴുതി വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഈ ബത്ശബയും ദാവീദും തമ്മിൽ എങ്ങനെയാണ് ബന്ധത്തിലേക്ക് വന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുന്നു, ബത്ശബ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർ തമ്മിൽ ബന്ധം. ആ ബന്ധത്തിൽ ആ ബന്ധം മറച്ചു വയ്ക്കാൻ, ആ തിന്മ മറച്ചു വയ്ക്കാൻ ഊറിയായെ കൊല്ലുന്നു. ബത്ശബ ഗർഭിണിയായി, അവൾ പ്രസവിച്ചു, ആ കുഞ്ഞു മരിക്കുന്നു. ദാവീദ് അനുതപിക്കുന്നു. ദാവീദ് അനുതപിക്കുമ്പോൾ ദൈവം ദാവീദിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുന്നു. കണ്ടോ ആ വചനം? ഇസ്രായേലെ, ദാവീദിനോട് പറയുന്നു, ഇസ്രായേലെ, ഞാൻ നിന്നെ വീണ്ടും പുതുതായി പണിയും. കണ്ടോ? ദാവീദിനെ വീണ്ടും ദൈവം പുനഃപ്രതിഷ്ഠിക്കുന്നു, പടുത്തുയർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് രണ്ടാമത് അനുദമിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് വരുന്നു. ആ കുഞ്ഞാരാണ്? ആ കുഞ്ഞ് ഈ ബൈബിളിൽ ഏറ്റവും ജ്ഞാനമുള്ള വ്യക്തി, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും ഈ ബൈബിളിൽ ജ്ഞാനമുള്ള വ്യക്തി, ഈ ബൈബിൾ പറയുന്നതനുസരിച്ച് ഏറ്റവും ജ്ഞാനമുള്ള വ്യക്തി സോളമൻ. ഈ സോളമൻ എപ്പോഴാണ് വരുന്നത്? സോളമൻ വരുന്നത് ദാവീദ് അനുദപിക്കുമ്പോഴാണ്. ഇനി തീർന്നില്ല. ഈ ദാവീദ് ബത്ശബ എന്ന് വെച്ചാൽ അവർ ചെയ്ത കുറ്റം എന്താ? വ്യഭിചാരം. അവർ ചെയ്ത കുറ്റം എന്താ? ദാമ്പത്യ അവിശ്വസ്തത. ദാവീദ് ചെയ്ത കുറ്റം എന്താ? കൊലപാതകം. ഇത് ചെയ്ത ദാവീദിനെ, ബത്ശബയെ ദൈവം എടുത്ത് എവിടെ വയ്ക്കുന്നു? ദൈവം എടുത്ത് യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ വംശാവലിയുടെ ചങ്കിൽ വയ്ക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ രക്ഷാകര ചരിത്രം. അതാണ് രക്ഷാകര ചരിത്രം. ഓർക്കുക, ഇത്രയും പാപം ചെയ്തവനെ ദൈവം എടുത്ത് രക്ഷാകര ചരിത്രത്തിൻ്റെ നെറുകയിൽ വയ്ക്കുന്നു. തീർന്നില്ല. ഇനി ആ സ്വന്തം ദൈവപുത്രനെ പോലും ദൈവപിതാവ് അറിയാൻ ഇടവരുത്തിയത്, വിളിക്കാൻ ഇടവരുത്തിയത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. ദാവീദിൻ്റെ വംശത്തിലാണ്, ആ വംശത്തിലാണ് യേശു ജനിക്കുന്നത്. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമല്ലേ? നീ വിലയുള്ളവനാണ്. അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഏത് പാപം, ഒരുപക്ഷെ കഴിഞ്ഞകാല പാപങ്ങളുടെ ബന്ധനത്തിൽ നമ്മൾ കഴിയുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. യേശു ചൂണ്ടിക്കാണിച്ചു തരികയാ തൻ്റെ അപ്പൂപ്പനെ, ദാവീദ് എന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു തരികയായിരുന്നു നമ്മുടെ മുമ്പിൽ. ദാവീദ് കർത്താവിലേക്ക് തിരിഞ്ഞു. ദാവീദ് അനുദപിച്ചപ്പോൾ ഇതാ ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഏറ്റവും നല്ലത്, ഏറ്റവും നന്മയായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ മാനസാന്തരപ്പെടുക, നമ്മൾ മനസ്സ് മാറുക, നമ്മൾ മാനസാന്തരത്തിലേക്ക് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം 66-ാമത്തെ അധ്യായത്തിൽ സുന്ദരമായൊരു വചനം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇപ്രകാരം ധ്യാനിക്കും: കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. അടുത്ത വചനം: ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരെയാണ് ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. കണ്ടോ? ആരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്? ഹൃദയത്തിൽ അനുതാപവും എളിമയും ഉണ്ടാവുക. ഹൃദയത്തിൽ അനുതാപവും എളിമയും ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യം പറയുന്ന വചനമിതാണ്. മത്തായി 4:17 മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് 1:15 സമയം പൂർത്തിയായി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്തിൻ്റെ സമയം? ഇത് നമ്മുടെ രക്ഷയുടെ സമയമാണ്. സമയം പൂർത്തിയായി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് വേണ്ടി നിനക്കിനി ഒന്നും ചെയ്യുവാനില്ല.
രക്ഷയ്ക്ക് വേണ്ടി ഇനി നിനക്കൊന്നും ചെയ്യുവാനില്ല. രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്യണം? ഒറ്റ കാര്യമേ ഉള്ളൂ. നീ അനുദപിച്ച് അത് സ്വീകരിക്കുക. നീ മാനസാന്തരപ്പെട്ട് അത് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് ഹൃദയത്തിൽ അനുതാപമുണ്ടാവുക. ഹൃദയത്തിൽ അനുതാപമുണ്ടാവുക, അതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. സുവിശേഷം രക്ഷയായി നമ്മളിൽ പൂത്തുലയുന്നത്, സ്വർഗം സന്തോഷിക്കുന്നത്, അല്ലേ? സ്വർഗം സന്തോഷിക്കുന്നത് അവിടെയാണ്. സ്വർഗത്തിൻ്റെ സന്തോഷം. നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ മാനസാന്തരപ്പെടുക, അനുദപിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലേ? അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് നമ്മൾ കാണും. ലൂക്കാ സുവിശേഷം 15 3 ഉപമകൾ പറയുന്നു. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. 100 ആടുകൾ, 1 നഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒന്നിൻ്റെ പിന്നാലെ പോകുന്നു. 100 ആട്, 100 നാണയം, 1 നഷ്ടപ്പെട്ടു. അത് വേണ്ടി അടിച്ചു വാരുന്നു. 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്ന ആ ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നത് സുവിശേഷത്തിലാണ്. നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്നു. അതാണ് സുവിശേഷം. അവിടെയാണ് സുവിശേഷത്തിൻ്റെ മനോഹാരിത നമ്മൾ കാണുന്നത്. ഒന്നിന് അത്രയും വില കൊടുക്കുന്നൊരു ദൈവം, അത്രയും നന്മ അതിൽ കാണുന്ന ഒരു ദൈവം. അപ്പോൾ ഇതാണ് നമ്മൾ സുവിശേഷത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ദൈവിക ഭാവം എന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക. ഈ നോയമ്പ് കാലഘട്ട ധ്യാനം നമുക്ക് അതിനുള്ള ഒരു അവസരമായിട്ട് മാറണം. അതിനുള്ള അവസരമായിട്ട് എൻ്റെ മനസ്സ്, എൻ്റെ ഉള്ള് അത് മാറണം. അതിനെ മാറ്റുവാനുള്ള ഒരവസരം, ഒരു കൃപ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ബാക്കിയെല്ലാം ദൈവം ക്രമീകരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക. എങ്ങനെയാണ് ഈ ദൈവരാജ്യം അന്വേഷിക്കേണ്ടത്? അല്ലേ? മത്തായിയുടെ സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പം എങ്ങനെയാണ് ഈ ദൈവരാജ്യം എന്നിൽ വരേണ്ടത്? ഈ ദൈവരാജ്യം എന്നിൽ വരേണ്ടത് ഞാൻ മനസ്തപിക്കുക, ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം അന്വേഷിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്താപപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വരിക, ഞാൻ അനുദപിച്ച് ദൈവരാജ്യത്തിലേക്ക് വരിക, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, അതാണ് നമ്മൾ കാണും, അല്ലേ? അവിടെ ഈ സുവിശേഷം മുഴുവനും മനസ്താപത്തിൻ്റെ കഥയാണ്. 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ ദേവാലയത്തിൻ്റെ മധുബഹയുടെയൊക്കെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം പറയുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, എല്ലാ കാര്യവും കൃത്യമായിട്ട് പറയുന്നു. എന്നാൽ ചുങ്കക്കാരൻ പറയുന്നു, ദൈവമേ, ഞാൻ യോഗ്യനല്ല. അവന് ദേവാലയത്തിനകത്തേക്ക് പോലും പ്രവേശിക്കാനുള്ള ബലമില്ല. ആ ബലമില്ലാത്തവൻ്റെ നിൽപ്പ്, പള്ളിയുടെ അകത്ത് കയറാൻ പറ്റാതെ പള്ളിയുടെ അകത്തേക്ക് നോക്കാൻ, തലയുയർത്തി മധുബഹയിലേക്ക് നോക്കാൻ, തലയുയർത്തി ആ ദേവാലയത്തിനുള്ളിലേക്ക് നോക്കാൻ, ആ ദേവാലയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള യോഗ്യതയില്ല, മെറിറ്റില്ല. പക്ഷേ അവൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പാപിയാണ്. പക്ഷെ അടുത്ത വചനം നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ഈശോ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. കണ്ടോ, എവിടെയാണ് ദൈവത്തിൻ്റെ കണ്ണ് പതിയുന്നത്? ഈ നൊയമ്പ് കാലത്ത് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് പതിയാൻ നീ എടുക്കേണ്ട നിലപാട്, നീ ഉള്ളിൽ നിനക്കൊരു മനംമാറ്റം ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ കണ്ണ് നിന്നിൽ പതിയാൻ ഇടവരും. നിനക്കൊരു മനംമാറ്റം. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ വെളിപ്പെടുന്ന ഈ ഒരു കാര്യം, മനസ്സ് മാറുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മളെ പിശാച് ബന്ധിച്ചിടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇതിൽ നിന്ന് മനസ്സ് മാറിയാൽ മാത്രമേ ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ
കടന്നു വരികയുള്ളൂ. ഈ സന്തോഷത്തിലേക്ക് നമ്മളെ ദൈവം ഉയർത്തുകയുള്ളൂ. ഈ ജീവിതത്തിൽ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സ് മാറുക എന്ന് പറയുന്നത് അതാണ്. റോമാക്കാർക്ക് ലേഖനം 12 അധ്യായം 1-2 വചനങ്ങൾ നമുക്കറിയാവുന്ന വചനമാണ്. അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് നമുക്കറിയാം. നമ്മൾ നോയമ്പ് കാലഘട്ടത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളോടും നോ പറയുന്നുണ്ട്, അല്ലേ? പല കാര്യങ്ങളോടും നോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചെറിയ പരിത്യാഗ പ്രവർത്തികൾ എടുക്കണം. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് നമ്മൾ ഉപേക്ഷിക്കണം. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. പിന്നെ മദ്യം, സിഗരറ്റ്, അത് ഞാൻ പറയുന്നില്ല, അത് നോയമ്പ് കാലഘട്ടത്തിലല്ല, അതെല്ലാ കാലഘട്ടത്തിലും ഉപേക്ഷിക്കേണ്ടതാണ്. ചിലതുണ്ട് അത് ഉപേക്ഷിച്ചു, അത് ഉപേക്ഷയൊന്നുമല്ല, അത് പുണ്യമൊന്നുമല്ല, ഒക്കെ നല്ലതാണ്. പക്ഷേ അത് എല്ലാ കാലഘട്ടത്തിലും ഉപേക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ധ്യാനകേന്ദ്രവും ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ് നോയമ്പ് കഴിയുമ്പോൾ ഈസ്റ്ററിന് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ മദ്യം ചിലവായത് അവിടെയായിരിക്കും. ഏറ്റവും കൂടുതൽ നോയമ്പെടുത്തതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് നമ്മൾ ഒരു രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ രൂപാന്തരീകരണത്തിൽ അത് മനസ്സിൻ്റെ മാറ്റമാണ്. ശരിയാണ്, പുറമെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പക്ഷെ മനസ്സിൽ മാറ്റം ഉണ്ടാകണം. മനസ്സിൽ പുറത്ത് കിടക്കണം. ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നോയമ്പ് അതൊരു കോമൺ ഫാക്റ്റാണ്, അല്ലേ? വീട്ടിൽ ഇറച്ചി മേടിക്കില്ല, വീട്ടിൽ മീൻ മേടിക്കില്ല, വീട്ടിൽ ഇത് ചെയ്യില്ല, കോമൺ ഫാക്റ്റാണ്. വീട്ടിൽ മീൻ മേടിക്കാത്തതുകൊണ്ട് ഞാൻ മീൻ കഴിക്കുന്നില്ല, വീട്ടിൽ ഇറച്ചി മേടിക്കാത്തതുകൊണ്ട് ഞാൻ ഇറച്ചി, വീട്ടിൽ നോയമ്പ്, ഒക്കെ അത് നല്ലതാണ്, കുടുംബം മുഴുവനും. പക്ഷേ സ്വകാര്യത, വ്യക്തിപരമായിട്ട് എത്രത്തോളം മനസ്സിന് മാറ്റം ഉണ്ടാകുന്നു. ഈ മനസ്സിന് മാറ്റം ഉണ്ടാവുക അതാണ് മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശാപം, ഇതിനെ ഭയന്നല്ല, യേശുവിനോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുകയാണ്. യേശുവിനോട് ചേർന്ന് നിന്ന് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 1 വചനം, 8:1. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശുവിനോട് ഐക്യപ്പെടുക. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. റോമ 8:1, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെ ആശീർവദിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ, 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 ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുവേ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ച വചനം ജെറമിയ 31:4. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ ഇടയിലേക്ക് നീങ്ങും. 31 അധ്യായം 1 മുതൽ വചനങ്ങളിൽ ഇസ്രായേലിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ദൈവം പറയുകയാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. എത്രയോ തടവ്, എത്രയോ പ്രാവശ്യമാണ് ദൈവം പറയുന്നത്, അവരെൻ്റെ ജനമായിരിക്കും, അവരെൻ്റെ ജനമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, വാളിനെ അതിജീവിക്കുന്ന ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവിന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിച്ച, ഈ ഭൂമിയിലേക്ക് വന്ന് ഈശോ പഠിപ്പിച്ച ആദ്യത്തെ വചനം, ഈശോ ആരംഭിച്ച വചനപ്രഘോഷണത്തിൻ്റെ ആരംഭം ഇങ്ങനെയായിരുന്നു. മത്തായി 4:17, മാനസാന്തരപ്പെടുക,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് 1:15 സമയം പൂർത്തിയായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ യേശുവിലൂടെയുള്ള രക്ഷ നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്നത് വിശ്വസിക്കുമ്പോഴല്ല, അനുദപിച്ച് വിശ്വസിക്കുമ്പോഴാണ്. അനുദപിച്ച് വിശ്വസിക്കുമ്പോഴാണ് യേശുവിലൂടെയുള്ള രക്ഷ നമ്മിൽ ഓരോരുത്തരിലും കടന്നു വരുന്നത്. അതിനാൽ ഈ നോയമ്പ് കാലഘട്ടം മനസ്സ് മാറേണ്ട കാലഘട്ടമാണ്. മനസ്സ് മാറുക. ഇതാ നിങ്ങളുടെ മനസ്സ് മാറുക, അതാണ് മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുന്ന വചനമുണ്ട്. റോമ 12:1. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക. മനസ്സിൻ്റെ നവീകരണം വഴിയാണ് രൂപാന്തരപ്പെടേണ്ടത്. മനസ്സിൻ്റെ നവീകരണത്തിലാണ് രൂപാന്തരീകരണം സംഭവിക്കേണ്ടത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം, എൻ്റെ മനസ്സ് മാറണം. ഇപ്പോൾ എൻ്റെ മനസ്സ് എവിടെയാണ്? നമുക്കറിയാം, ദാവീദ് പാപം ചെയ്തു. ദാവീദ് പാപം ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്ന കാര്യം ഇതാണ്. ദാവീദിൻ്റെ പാപം എന്തായിരുന്നു? ദാവീദിൻ്റെ പാപം ഇതാണ്. ഇതാ നമ്മൾ കാണുന്നു, ദാവീദ് ആഘോഷത്തോടെ വാഗ്ദാന പേടകം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ യുദ്ധം നടക്കുമ്പോൾ ആ വാഗ്ദാന പേടകം കൊട്ടാരത്തിൽ നിന്ന് യുദ്ധസ്ഥലത്തേക്ക് പോയി. ദാവീദ് കൊട്ടാരത്തിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാ പാപവും എന്താണ്? ദൈവത്തിൽ നിന്ന് അകലുന്നതാണ്. അപ്പോൾ മാനസാന്തരം എന്താണ്? മാനസാന്തരം ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കലാണ്. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. കരങ്ങൾ ഹൃദയത്തോട് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ കാണുന്നു, പാപം ഒരാളെ എവിടെ എത്തിക്കുന്നു? വീട്ടിലായിരുന്നവൻ, പിതാവിൻ്റെ എല്ലാ അവകാശങ്ങളുടെയും ഭാഗമായിരുന്നവൻ ഇപ്പോൾ പന്നിക്കുഴിയിലെത്തുന്നു. അവൻ്റെ നോട്ടം എങ്ങോട്ടാണ്? മനസ്താപത്തിന് നോക്കേണ്ടത് അവൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാടുകളിലേക്കല്ല. നമ്മൾ പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചുറ്റുപാടുകളിലേക്കാണ്. പാപം മൂലം എനിക്ക് രോഗമുണ്ടായി, തകർച്ചകളുണ്ടായി. ധൂർത്തപുത്രൻ ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എൻ്റെ വീതം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, എൻ്റെ പാർട്ടീഷൻ, എൻ്റെ ഭാഗം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, അത് നഷ്ടപ്പെട്ടു. എന്നെ സന്തോഷിപ്പിച്ച സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. എനിക്കെൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ ഒരടിമയെപ്പോലെ പന്നിക്കുഴിയിൽ ജോലി ചെയ്യുന്നു. പന്നിക്കുഴിയുടെ ദാരുണാവസ്ഥയിലേക്കല്ല അവൻ നോക്കിയത്. അവൻ്റെ നോട്ടം മുഴുവനും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചാണ്. നൊയമ്പ് കാലം നമുക്ക് മാനസാന്തരത്തിൻ്റെ കാലമാകണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ദൈവത്തിലേക്ക് നോക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമ്മൾ കാണും. ബൈബിളിൻ്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്താ? ഒറ്റ ദൈവശാസ്ത്രത്തിൽ ബൈബിൾ നിൽക്കുകയാണ്. ഒരാൾ പോലും നഷ്ടപ്പെടരുത്. ഒരാൾ പോലും നഷ്ടപ്പെടരുത്. നമുക്കറിയാം, 100 ആടുകളുണ്ടായിരുന്നു. ഒരാട് ഇടയനെ അനുസരിക്കാതെ, ഇടയൻ കാട്ടിയ വഴിയിലൂടെ നടക്കാതെ, അതിൻ്റെ തന്നിഷ്ടപ്രകാരം അത് വേറൊരു വഴിയിലേക്ക് പോയി. ആട് ചെന്ന് വീണത് ഒരു മുൾപ്പടർപ്പിൽ. സത്യത്തിൽ ഇടയൻ കാട്ടിയ വഴിയിൽ നടന്നില്ല, ഇടയൻ നയിച്ച പാതയിൽ പോയില്ല, ഇടയൻ്റെ ആജ്ഞയും സ്വരവും കേട്ടില്ല. അതിൻ്റെ ഫലമാണ് ആ ആട് മുൾച്ചെടികൾക്കിടയിൽ വീണത്. പക്ഷെ ഓർക്കുക, ഇടയനെ അനുസരിക്കാതിരുന്ന, ഇടയൻ്റെ വാക്ക് ധിക്കരിച്ച, ആ കൂട്ടത്തോടൊപ്പം നടക്കാതിരുന്ന ആടാണ്, ആ ധിക്കരിച്ച ആടാണ്
ആ ഒരാടിനെ തേടി ഇടയൻ വന്നു എന്നത് മാത്രമല്ല, ആ ആടാണ് 99 ആടുകളെക്കാൾ ശ്രേഷ്ഠമായത്. ആ ഒരൊറ്റ ആടാണ് ഇടയൻ്റെ കയ്യിൽ കയറിയത്. ഇന്ന് ലോകത്തിൽ എവിടെയൊക്കെ നല്ല ഇടയൻ്റെ ചിത്രമുണ്ടോ, ആ കയ്യിൽ ആ ആട് വരാൻ കാരണം, എന്തുകൊണ്ട് ആട് ആ കരങ്ങളിലെത്തി? കാരണം ആ ആട് അനുസരിച്ചത് കൊണ്ടല്ല, ആ ആട് ഇടയൻ പറഞ്ഞതുപോലെ നടന്നതുകൊണ്ടല്ല. ഇടയനെ ധിക്കരിച്ച ആടാണ് ദൈവത്തിൻ്റെ കരങ്ങളിലെത്തിയത്. ഇത് ദൈവത്തെ ധിക്കരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, മറിച്ച് നമുക്കോർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് മാനസാന്തരമാണ്. അതുകൊണ്ടാണ് ദാവീദ് ചെയ്ത പാപം എന്താണ്? ദാവീദ് ചെയ്ത പാപം ഇതാ: ദാമ്പത്യ അവിശ്വസ്തത, വ്യഭിചാരം. അത് മറച്ചു വയ്ക്കാൻ അവളുടെ ഭർത്താവിനെ കൊന്നു. എന്നാൽ ആ ദാവീദിനെ ദൈവം എടുത്ത് എവിടെ വയ്ക്കുന്നു? ആ ദാവീദിനെ ദൈവം എടുത്ത് യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ വയ്ക്കുന്നു. ഇതാ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു ദാവീദ്. ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു ദാവീദ്. എവിടെയാ വായിക്കുന്നത്? യേശുവിൻ്റെ വംശാവലിയിൽ. ആരെക്കുറിച്ചാണ് വായിക്കുന്നത്? വ്യഭിചാരം ചെയ്തവൻ, ദാമ്പത്യ അവിശ്വസ്തത കാണിച്ചവൻ, ആ വ്യഭിചാരം മറച്ചു വയ്ക്കാൻ വേണ്ടി മറ്റൊരുത്തിയുടെ ഭർത്താവിനെ കൊന്ന് അവളെ സ്വന്തമാക്കിയവൻ. ഇത് അവനെ എടുത്ത് ദൈവം യേശുവിൻ്റെ വംശാവലിയിൽ വയ്ക്കുന്നു എന്ന് മാത്രമല്ല, അവൻ മനസ്താപപ്പെട്ട് യേശുവിലേക്ക്, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സംഭവിക്കുന്ന കാര്യം ഇതാണ്: ഇതാ സോളമൻ ജനിക്കുന്നു എന്ന് വെച്ചാൽ ഈ ബൈബിളിലെ ഏറ്റവും ജ്ഞാനമുള്ള വ്യക്തി എന്ന് വെച്ചാൽ മാനസാന്തരം ഏറ്റവും വലിയ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണടയ്ക്കുക. എന്താണ് മാനസാന്തരത്തിൻ്റെ മേഖല? മാനസാന്തരം കുറ്റബോധമല്ല, എൻ്റെ പാപം ചെയ്തു എന്നതിനോട് നീറുക എന്നതല്ല. മാനസാന്തരം ഒരു തിരിച്ചു നടക്കലാണ്. ധൂർത്തപുത്രനെ പോലെ, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഈ നോയമ്പ് കാലഘട്ടം നമുക്ക് തിരിച്ചു നടക്കുകയാണ്. വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക്, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, പകയിൽ നിന്ന് നന്മയിലേക്ക് ഇങ്ങനെ തിരിച്ചു നടക്കുക. ഞാൻ യേശുവിലേക്ക് തിരിച്ചു നടക്കുക. യേശുവിലേക്ക് എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിലേക്ക്, ക്ഷമയിലേക്ക്, നന്മയിലേക്ക്, സമാധാനത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, ഐക്യത്തിലേക്ക് നടക്കുക. ദൈവത്തിലേക്ക് നടക്കുക എന്നതിനർത്ഥം സ്നേഹത്തിലേക്ക് ഞാൻ നടക്കുക എന്നത്. അതാണ് മാനസാന്തരം. ഞാൻ അനുദപിക്കുക. ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇന്നലകളിൽ നിസ്സാര സന്തോഷത്തിന് വേണ്ടി ഞാൻ അശുദ്ധിയിലേക്ക് പോയി. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എനിക്ക് നീ നൽകിയ ജീവിത പങ്കാളിയെ, എനിക്ക് നീ നൽകിയ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചു. എൻ്റെ സുഖത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തെ മുഴുവനും ഞാൻ കണ്ണുനീരിലാഴ്ത്തി. എൻ്റെ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ ഞാൻ കണ്ണീരിലാഴ്ത്തി. ദൈവമേ ഞാനിന്ന് തിരിച്ചറിയുന്നു. ദൈവമേ ഞാൻ ആ സ്നേഹത്തിലേക്ക് നടക്കുന്നു, ആ കുടുംബത്തോടൊപ്പമുള്ള സ്നേഹത്തിലേക്ക്, ആ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹത്തിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് നടക്കുന്നു. അതാണ് മാനസാന്തരം. ദൈവമേ ആ മാനസാന്തരത്തിൻ്റെ കൃപ ഞങ്ങളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരിലും കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. നമ്മൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ വരുന്നത് ഉദ്ധാനം ചെയ്ത യേശുവാണ്.
നമ്മൾ ഉദ്ധിതൻ്റെ പിന്നാലെയാണ് ഈ യാത്ര, ഈ ധ്യാനം. ഉദ്ധാനം ചെയ്ത യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയത്തിൻ്റെ പൂർവകാല ചരിത്രം ഇന്നലകൾ നമുക്കറിയാം. ഏറ്റവും മോശപ്പെട്ട വഴികളിലൂടെ പോയവൾ, എന്നാൽ അവൾ യേശുവിൻ്റെ അടുത്തെത്തി. അവൾ യേശുവിൻ്റെ അടുത്തെത്തി എന്നതല്ല, അവളുടെ തലമുടി കൊണ്ട് അവൻ്റെ കാൽപാദം തുടച്ചു. അവൾ സുഗന്ധക്കൂട്ടവൻ്റെ കാലുകളിൽ പൂശി. വിമർശിക്കുന്നുണ്ട് പലരും, ഇവൻ അറിയുന്നില്ല ഈ സ്ത്രീ ആരെന്ന്, ഇവൻ എന്തിന് ഇത് പാഴാക്കുന്നു, ഇങ്ങനെ പല ചോദ്യങ്ങൾ. എന്നാൽ യേശു പറയുന്നു അവളെ തടയണ്ട. യേശു പറയുന്നു അവളെ തടയണ്ട. അവിടെ കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കരുത്. ഇനി അവൾ യേശുവിനെ തടയുന്നുണ്ട്. അവൾ യേശുവിനെ തടയുമ്പോൾ യേശു പറയുന്നുണ്ട്, എന്തിനാണ് നീ എന്നെ തടയുന്നത്? ഞാൻ ഇനിയും പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നാളിൽ അവളെ തടഞ്ഞത് അവളുടെ അശുദ്ധി കണ്ടിട്ടാണ്. യേശുവിനെ തൊടാൻ മറ്റുള്ളവർ അവളെ തടയുകയാണ്. കാരണം അവൾ അശുദ്ധിയാണ്, അവൾ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവളാണ്. എന്നാൽ യേശു പറഞ്ഞു അവളെ തടയണ്ട. യേശു ഒരു കാര്യം അവൾക്ക് വേണ്ടി കൂട്ടിച്ചേർത്തു, ഞാൻ വന്നിരിക്കുന്നത് ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികൾക്കാണ്. തീർന്നില്ല, ഇത് അവൾ യേശുവിനെ തൊട്ടു. പിന്നെ അവൾ ജീവിക്കുന്നത് ഈ ലോകം കണ്ട ഏറ്റവും നല്ല ജീവിതം. പിന്നെ യേശു അവളോടാണ് പറയുന്നത്, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. നീ തടഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും ബന്ധത്തിലേക്ക്, യേശുവുമായിട്ട് അത്രയും ബന്ധത്തിലേക്ക് അവൾ വന്നു. അവൾ യേശുവിൻ്റേതായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും യേശുവിലേക്ക് വരുന്നത് ഈ ഒരു സൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയാണ്. ഇതായിരിക്കണം ഈ മഗ്ദലന മറിയത്തെ പോലെ യേശു എൻ്റേതായിട്ട് മാറണം. നമ്മളെ യേശുവിലേക്ക് തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും തടസ്സമല്ല. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരാനാണ്, മറ്റുള്ളവരെ കാണുക, അതൊക്കെ തടസ്സം അല്ലേ? മദ്യപിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് നമുക്ക് തടസ്സമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു വ്യക്തി, ആ വ്യക്തി നമുക്ക് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ തടസ്സമാണ്. അല്ലെങ്കിൽ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാൾ നമുക്ക് ഉൾക്കൊള്ളാൻ തടസ്സമാണ്. നമുക്ക് തടസ്സമുണ്ട്, നമ്മൾ തടയും. ആ വ്യക്തി വേണ്ട, നമ്മൾ തടയുന്നവരാണ്. എന്നാൽ അവന് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയാണ് യേശു എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. നിനക്ക് വേണ്ടി ഞാനിവിടെയുണ്ട്. നമ്മൾ പലരെയും തടയാറുണ്ട്. നമ്മൾ ചിലരെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുത്താതിരിക്കാൻ നമ്മൾ ചിലരോടൊക്കെ അകലം പാലിക്കാറുണ്ട്. അകലം പാലിക്കാൻ കാരണം അവരെ കൂടുന്നത് നല്ലതല്ല. അങ്ങനെ നമ്മൾ അകലം പാലിക്കാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിലരോട് അകലം പാലിക്കാറുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് സമൂഹം അകറ്റി നിർത്തിയേക്കുന്നവരുണ്ട്. ക്രിമിനൽ സ്വഭാവം ഉള്ളത് കൊണ്ട്, മോശപ്പെട്ട ജീവിതം നയിക്കുന്നത് കൊണ്ട്, ലഹരിക്ക് മദ്യത്തിന് അടിമപ്പെട്ടത് കൊണ്ട്, ഇന്നലകളിലെ ചരിത്രം മുഴുവനും മോശമായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സമൂഹത്തിനോ കുടുംബത്തിനോ പ്രിയപ്പെട്ടവർക്കോ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ. അതായിരുന്നു മഗ്ദലന മറിയം. അതായിരുന്നു മഗ്ദലന മറിയത്തിൻ്റെ ഇന്നലെ. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ യേശു പറഞ്ഞു അവളെ തടയണ്ട. ഐ ആം ഹിയർ ഫോർ ഹെർ. ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. ഇത് പറയുന്ന ഒരു ദൈവത്തെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ വിശുദ്ധ കുർബാനയിൽ നിന്നെ കാത്തിരിക്കുന്ന, നിനക്ക് വേണ്ടി നിൽക്കുന്നൊരു ദൈവമുണ്ട്. നീ തിരിച്ചു വരിക എന്നതാണ്. മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മനസ്സ് മാറിയാൽ മാത്രം മതി. ദൈവരാജ്യം ഇതാ നിൻ്റെ അടുത്തുണ്ട്. ദൈവരാജ്യം എന്നത് ഒരു വ്യക്തിയാണ്, യേശു. ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നത് ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല. ദൈവരാജ്യം വന്നിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല. ദൈവരാജ്യം നിനക്ക് വേണ്ടിയാണ്. യേശു നിനക്ക് വേണ്ടിയാണ്. ദൈവരാജ്യം ഒരു വ്യക്തിയാണ്. അതാണ് യേശു പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുക. നമ്മൾ കണ്ണുകളടച്ച് നമ്മൾ ചിന്തിക്കുക. നമുക്ക്
ഒരു ധ്യാനം ഒരുപാട് കേട്ടു, നമ്മൾ ഒരുപാട് വചനം കേട്ടു. അതല്ല വേണ്ടത്. നമ്മൾ സീരിയസ് ആയി ടേക്ക് ഗോഡ് സീരിയസ്ലി, ടേക്ക് വേർഡ് ഓഫ് ഗോഡ് സീരിയസ്ലി ദീസ് ഡേയ്സ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തെ കാര്യമായിട്ടും ഗൗരവമായിട്ടും എടുക്കുക. എക്സ്റ്റേണലി അല്ല. നമ്മുടെ സ്വകാര്യതയിൽ ഞാൻ മാറേണ്ടത് എവിടെയാണ്, ഞാൻ യേശുവിലേക്ക് വരേണ്ട മേഖല ഏതാണ്, ഇത് വെളിപ്പെട്ട് കിട്ടട്ടെ. നമുക്കൊരു നിമിഷം രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടാം. നമ്മളെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം പ്രാർത്ഥിക്കുക. നമ്മളെ മുഴുവനായിട്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം റോമ 8:1 റോമ 8:1. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. റോമ 8:1. ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. റോമ 8:1 അഭിഷേകം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവകൃപയായി നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. റോമ 8:1 അഭിഷേകം വരട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി നമ്മൾ ആശീർവാദം മേടിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയമെ ചൊല്ലി കാഴ്ചവെക്കുക. സകല പാപികളുടെയും മാനസാന്തരം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് യേശുവിൻ്റെ ആഗ്രഹമാണ്. നമ്മൾ യേശുവിൻ്റെ ആഗ്രഹത്തോട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, നമ്മൾ ബന്ധപ്പെടുന്നു. സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മാനസാന്തരപ്പെടുവിനെല്ലാവരും, സ്വർലോകരാജ്യം സമാഗതമാ. സത്യദൈവപുത്രനാകും യേശുവിനെ സത്യമായി വിശ്വസിച്ചെന്നാരാധിക്കാം. സത്യദൈവപുത്രനാകും യേശുവിനെ സത്യമായി വിശ്വസിച്ചെന്നാരാധിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം റോമ 8:1. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല.